ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 5 ഡേയ്സ് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ക്യാബ് എക്സ്പീരിയൻസ് എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 വീഡിയോയുടെയും അടിയിൽ കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ പേര് CGFNS പ്രോസസ്സിങ് കഴിഞ്ഞ് ക്യാപ്പ് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. അല്ലാണ്ട് ക്യാപ്പ് അതായത് ന്യൂസിലാൻഡിലോട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യും എന്നറിയത്തില്ല. പിന്നെ APC അതായത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ആഫ്ര ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും, ഇനിയിപ്പോൾ എല്ലാവർക്കും അതാണൊരു ഹോപ്പ്. ഓസ്ട്രേലിയക്ക് പോകാനാണ് മിക്കവരും പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം കുറേ പേര് പേഴ്സണലായിട്ടുള്ള മെസ്സേജ് അയച്ചപ്പം ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് ആൻസർ കൊടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമേ എല്ലാവരും ചോദിച്ച ഒരു കാര്യം, ആഫ്ര ചെയ്യാൻ എത്ര ദിവസം എടുക്കും, പിന്നെ അത് എത്ര ഡോളറാണ് പേ ചെയ്തതെന്നുള്ളത്. ഞാൻ ആഫ്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം എനിക്കൊരു 7 വർക്കിംഗ് ഡേയ്സ് എടുത്തു. സൺഡേ സാറ്റർഡേ ഒഴിച്ചിട്ട് 7 വർക്കിംഗ് ഡേയ്സ് എടുത്തു. ഞാൻ പേ ചെയ്തത് 560 ന്യൂസിലാൻഡ് ഡോളറാണ്. ഇപ്പോൾ ഇന്ത്യൻ മണി ആക്കുമ്പോൾ ഏകദേശം ഒരു 28,000 ഓളം വരും. ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 28,000 വരും. അതാണ് ഞാൻ പേ ചെയ്തത്. പിന്നെ ആഫ്ര ചെയ്യാൻ വേണ്ടിയിട്ട് OET റിക്വയർമെൻറ്റ്സ് ചോദിക്കുന്നവരുണ്ട്. ഒരു റിക്വയർമെൻറ്റ്സും നമുക്ക് വേണ്ട. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഫ്ര ചെയ്യാം. അതിന് പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ആഫ്ര ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇടാം. പിന്നെ വേറൊരാൾ കമൻ്റ് ഇട്ടതാണ്, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് കൈ കിട്ടിയാൽ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കട്ടാകുമോ, രണ്ടും വെച്ചിട്ട് നമുക്ക് 2 കൺട്രിയിലേക്കും അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു. നമുക്ക് രണ്ടും വെച്ചിട്ട് 2 കൺട്രിയിലേക്കും അപ്ലൈ ചെയ്യാം. പിന്നെ റിന്യൂ ചെയ്യണം. APC അതായത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യണം. നമ്മൾ റിന്യൂ ചെയ്യേണ്ട ടൈം ആകുമ്പോൾ റിന്യൂ ചെയ്തില്ല എങ്കിൽ അത് കട്ടാകും. ആഫ്ര അതുപോലെ തന്നെയാണ്, റിന്യൂ ചെയ്ത ടൈം ആയി കഴിഞ്ഞ് റിന്യൂ ചെയ്തില്ലെങ്കിൽ കട്ടാകും. ആഫ്രയ്ക്ക് 1 ഇയർ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ അതായത് നമ്മൾ ബർത്ത് ഡേറ്റ് അനുസരിച്ചാണ് അവർ നമുക്ക്, ചിലവർക്കത് 3 മാസമാകും, ചിലവർക്കത് 4 മാസം, 1 ഇയർ വരെ ബർത്ത് ഡേറ്റ് അനുസരിച്ചിട്ടാണ് APCയുടെ റിന്യൂവൽ ഡേറ്റ് വരുന്നത്. പിന്നെ ഓസ്ട്രേലിയ OET സ്കോർ എത്രയാണ് വേണ്ടത്, ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യാൻ OET സ്കോർ എത്രയാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ 482 വിസ എന്നും പറഞ്ഞിട്ട് പോകുന്നൊരു വിസയുണ്ട്. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡിലെ OET സ്കോർ എത്രയാണോ, നമുക്കൊരു ബേസിക് OET സ്കോർ അതായത് 3B+1C+, അത് മതിയാകും. അത് ക്ലബിംഗ് ആണെങ്കിലും കുഴപ്പമില്ല. കാരണം അവർ നമ്മളൊരു കോൺട്രാക്റ്റിലാണ്, 2 ഇയർ കോൺട്രാക്റ്റിലാണ്, എംപ്ലോയറിൻ്റെ കോൺട്രാക്റ്റിലാണ് 482 വിസയ്ക്ക് പോകുന്നത്. അപ്പം OET റിക്വയർമെൻറ്റ്സ് ചോദിക്കാൻ പാടില്ല എന്നാണ് 482-ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഫുൾ B1 സിറ്റിങ്ങിൽ ചോദിക്കുന്നവരും ഉണ്ട് 482 വിസയ്ക്ക്. അത് ഡിപ്പെൻസ് ഓൺ എംപ്ലോയർ ആയിരിക്കും, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അനുസരിച്ചായിരിക്കും. എനി ബെഡ് സ്ട്രെങ്ത് പ്രിഫറൻസ് ഫോർ ഓസ്ട്രേലിയൻ റിക്രൂട്ടർ. ഇതുവരെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് അങ്ങനെ ബെഡ് സ്ട്രെങ്ത് ഉള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് അവർക്ക് ഞങ്ങൾ എടുക്കുള്ളൂ എന്ന് അവർ പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എനിക്കറിയില്ല, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബെഡ് സ്ട്രെങ്ത് ഒരു പ്രിഫറൻസ് അവർ ചോദിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് ജോബ് സെർച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് നമുക്ക് ത്രൂ സീക്ക് വഴിയാണ് ഞാൻ കൂടുതലും അപ്ലൈ ചെയ്തത്. പിന്നെ ഇൻഡീഡ് ഉണ്ട്, അതുപോലെ തന്നെ രാംസെ ഹെൽത്ത് റിക്രൂട്ട്മെൻറ്റ് ഒരു സൈറ്റ് ഉണ്ട്, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റാണ്. പിന്നെ ഹെൽത്ത് കരിയേഴ്സ്, ക്യൂൻസ്ലാൻഡ് ഹെൽത്ത് കരിയേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ഒരു സൈറ്റുമുണ്ട്. അപ്പം ഇത് രാംസയും ക്യൂൻസ്ലാൻഡ് ഹെൽത്ത് കരിയേഴ്സും രണ്ടും ഗവൺമെൻറ് ആണ്. പിന്നെ സീക്കും ഇൻഡീഡ് എന്ന് പറഞ്ഞൊരു ആപ്പും ഉണ്ട്. ക്യാപ്പ് ചെയ്തതിന് ശേഷം APCക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്.
നാട്ടിൽ വന്നിട്ട് APC അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആഫ്ര ആണെങ്കിലും ന്യൂസിലാൻഡിൽ നിന്ന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് ക്യാപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നാട്ടിലോട്ട് വരാം. അവിടെ നിന്നിട്ടാണെങ്കിലും APC ആണെങ്കിലും ആഫ്ര ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് ന്യൂസിലാൻഡിൽ നിൽക്കണമെന്നോ ന്യൂസിലാൻഡിൽ നിന്നാലേ സ്പീഡിൽ നമുക്ക് ആഫ്ര കിട്ടുള്ളൂ എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അതൊക്കെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം നാട്ടിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈവൻ ജോബ് ആണെങ്കിലും രജിസ്ട്രേഷൻ ഉള്ളതാണെങ്കിലും APC ആണെങ്കിൽ പോലും നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ 482 വിസയ്ക്ക് എത്ര ടൈം എടുക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 482 വിസയ്ക്ക് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ എംപ്ലോയർ. എത്ര പെട്ടെന്ന് നമ്മുടെ പ്രോസസ്സിങ് തുടങ്ങുന്നു അതുപോലെ നേരത്തെ നമുക്ക് കിട്ടും. 1 വീക്കിനുള്ളിൽ തന്നെ വിസ അപ്രൂവലായി കിട്ടിയ പിള്ളേരും ഉണ്ട്. അപ്പം അത് എത്രയും പെട്ടെന്ന് നമ്മുടെ കേസ് എടുക്കുന്നു, നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അവർ പേപ്പർ വർക്ക് ചെയ്യുന്നു, അതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. എക്സ്പീരിയൻസ് ഗ്യാപ്പ് പ്രശ്നമാണോ എന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഗ്യാപ്പ് പ്രശ്നമാണ്. ഓസ്ട്രേലിയയിൽ അവർ ചോദിക്കണത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് 5 ഇയേഴ്സിൽ അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ചിലവരാണെങ്കിൽ 4 വർഷം എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉള്ളവർക്കൊക്കെ 1 ഇയർ മാത്രമേ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റുള്ളൂ ലാസ്റ്റ് 5 ഇയേഴ്സിൽ. അപ്പോൾ ഒരു പരിധി വരെ അതൊരു പ്രശ്നമാണ്. ചിലവർക്കൊക്കെ അത് ചോദിക്കുന്നുണ്ട്. അത് പറ്റില്ല, 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് മിനിമം വേണം എന്ന് ചോദിക്കുന്നവരുണ്ട്. OET ക്ലബിംഗ് അക്സെപ്റ്റഡ് ആണോ ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ഏത് വിസയ്ക്കാണോ പോകുന്നത് അതനുസരിച്ച് OET റിക്വയർമെൻറ്റ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. 482 വിസയ്ക്കാണെങ്കിൽ കൂടുതലും വേണ്ട. നമുക്ക് എത്രയാണോ നമ്മൾ ന്യൂസിലാൻഡിൽ പോകാൻ നമ്മൾ എടുത്തത്, അതായത് 3B 1 C+ അത് മതി. ചിലവർക്ക് ചോദിക്കുന്നുണ്ട് 4B 1 സിറ്റിങ്ങിൽ വേണം എന്ന്. അല്ലാത്ത പക്ഷം ഇത് മതിയാവും. അല്ല PR എടുത്ത് പോകാനാണെങ്കിൽ ഒറ്റ സിറ്റിങ്ങിൽ നമുക്ക് 4B വേണം. PT ആണെങ്കിലും PTA സ്കോർ എനിക്ക് അത്ര ഷുവർ അല്ല എത്ര വേണമെന്ന്. OET ആണെങ്കിൽ 1 സിറ്റിങ് 4B വേണം. കുറച്ച് പേര് കമൻസിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ന്യൂസിലാൻഡിൽ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, കാനഡ, UK, അയർലൻഡിലൊക്കെ നിങ്ങൾ എലിജിബിൾ ആണല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ന്യൂസിലാൻഡിൽ നമുക്ക് OET ഓരോ മൊഡ്യൂളായിട്ട് നമുക്ക് എഴുതിയെടുക്കാം. 4 മൊഡ്യൂളും 1 സിറ്റിങ്ങിൽ എഴുതണം എന്നില്ല. ഓരോരോ മൊഡ്യൂളായിട്ട് നമുക്ക് എഴുതിയെടുക്കാം. ചില സ്റ്റുഡൻസിനൊക്കെ ചിലവർക്കൊക്കെ റീഡിംഗ് ഒക്കെ പാടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കും എഴുതിയെടുക്കുന്നത്. അങ്ങനെ ന്യൂസിലാൻഡ് മാത്രമേ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൂ. UK, കാനഡ അങ്ങനെയുള്ളിടത്തൊന്നും അങ്ങനെ അക്സെപ്റ്റഡ് അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു OET സ്കോറും റിക്വയർമെൻറ്റ്സ് ഇങ്ങനെയൊക്കെ OET സ്കോർ ചെയ്തവർക്ക് ആകെ പ്രതീക്ഷ ന്യൂസിലാൻഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പെട്ടുപോയ കുറേ പേരുണ്ട്. ഈവൻ ഞാനും ഓരോരോ മൊഡ്യൂളായിട്ടാണ് OET പാസ്സായത്. അപ്പോൾ നമുക്ക് ന്യൂസിലാൻഡ് മാത്രമേ രക്ഷയുള്ളൂ. പക്ഷെ ഓസ്ട്രേലിയ പറ്റും, 482 വിസയ്ക്ക് മാത്രം പറ്റും. പക്ഷെ നമുക്ക് PR എടുക്കാൻ പറ്റില്ല. 1 സിറ്റിങ്ങിൽ വീണ്ടും നമ്മൾ 4B നമ്മൾ എടുക്കണം. പിന്നെ ഒരാൾ കമൻ്റ് ഇട്ടതാണ്, 7 മന്ത് വെയിറ്റ് ചെയ്തത് എന്തിനാ, നേരത്തെ അഫ്ര അപ്ലൈ ചെയ്യത്തില്ലായിരുന്നോ, ന്യൂസിലാൻഡിൽ നിന്നും നേരിട്ട് പോകാതെ എന്തിനാ നാട്ടിലോട്ട് വന്നത്? അത് നമ്മുടെ 7 മന്ത് എന്താണ് ഞാൻ വെയിറ്റ് ചെയ്തതെന്ന്, ഞാൻ 7 മന്ത് വെയിറ്റ് ചെയ്തില്ല. 3 APC കിട്ടിക്കഴിഞ്ഞ് വിത്തിൻ 1 മന്തിനുള്ളിൽ ഞാൻ അഫ്രയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തു. പിന്നെ ഞാൻ 1 മന്ത് ലേറ്റ് ആയ കാരണം നമുക്കൊരു ഹോപ്പ് കാണുമല്ലോ, ന്യൂസിലാൻഡിൽ ഇവിടം വരെ വന്നു കഴിഞ്ഞ് നമുക്ക് എന്തായാലും കിട്ടും, അപ്ലൈ ചെയ്ത് നോക്കാം കിട്ടൂലോ എന്നുള്ളൊരു ഹോപ്പിൻ്റെ പുറത്താണ് ഞാൻ 1 മന്ത് ഡിലേ വന്നത്. പിന്നെ നാട്ടിലോട്ട് അവിടെ നിന്ന് നേരിട്ട് പോകാതെ എന്തിനാ നാട്ടിൽ വന്നേന്ന് അത് പറയാൻ കാരണം, അത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിവിങ് എക്സ്പെൻസ് താങ്ങമാട്ടെ. ഭയങ്കര ലിവിങ് എക്സ്പെൻസ് ആണ്. നമുക്ക് വെറുതെ നമ്മളവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വാടകയും കൊടുത്ത് ഇത്രയും പൈസയും മുടക്കി അവിടെ നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ വന്നാലും നമുക്ക് ഓസ്ട്രേലിയക്ക് പോകാം. ചിലവരുടെയൊക്കെ തെറ്റായ ധാരണയാണ് ന്യൂസിലാൻഡിൽ നിന്നാൽ മാത്രമേ ഓസ്ട്രേലിയക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് കുറേ പേര് തെറ്റായ ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. എവിടെയാണെങ്കിലും നമുക്ക് ആഫ്ര രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇന്ത്യയിലാണെങ്കിലും കുഴപ്പമില്ല. കുറേ റിക്രൂട്ട്മെന്റ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പം റിക്രൂട്ട്മെന്റ് ഏജൻസികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കതൊന്നും പ്രശ്നമേ ഇല്ല. നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് ഒരു കാര്യം അതൊരു പ്രശ്നമേ അല്ല.
അഫ്ര കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ എത്ര ക്യാഷ് കൂടി വേണ്ടി വരും എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ക്യാഷ് നമുക്ക് ചിലവർ നമുക്ക് റീലൊക്കേഷൻ പാക്കേജ് തരും. അതായത് നമ്മുടെ ഫുൾ എക്സ്പെൻസ് അവരെടുക്കും. അതായത് അത് ഏജ്ഡ് കെയർ ഫെസിലിറ്റീസ് ആണെങ്കിൽ ഹോസ്പിറ്റലുകാരാണെങ്കിൽ അവർ ഫുൾ നമുക്ക് പൈസ ഇങ്ങോട്ട് തന്നിട്ട് നമ്മളെ കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാതെ റീലൊക്കേഷൻ പാക്കേജ് ഒന്നും തരാതെ നമുക്കൊന്നും കിട്ടാതെ ഇരിക്കുന്നതും ഉണ്ട്. രണ്ടുമുണ്ട്. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പം റീലൊക്കേഷൻ പാക്കേജ് ഉണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ്, നമ്മുടെ വിസയ്ക്കുള്ള എക്സ്പെൻസ് ഒക്കെ അവർ നോക്കും. അങ്ങനെ അവർ കൊണ്ടുപോകുന്നതും ഉണ്ട്. അല്ലാണ്ട് രണ്ട് രീതിയിലും പോയവരും ഉണ്ട്. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ റീലൊക്കേഷൻ പാക്കേജ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകും. അല്ലാത്ത പക്ഷം എത്ര കോസ്റ്റാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അത് എക്സാക്റ്റ് പറയാം. എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പം എനിക്കറിയില്ല എത്രയാണ് എക്സാക്റ്റ് കോസ്റ്റ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ഡൗട്ട്സുകൾ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ വീഡിയോസ് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ആരും ഇങ്ങനെ തുറന്നു പറയാറില്ല എന്താണ് സിറ്റുവേഷൻ എന്ന്. കാര്യം പറയുമ്പോൾ വീഡിയോസിലൊക്കെ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്, ഇവിടെ ജീവിക്കാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പലരും വീഡിയോസിലൂടെ പറയുന്നത്. സത്യമാണ്. ഞാനും ന്യൂസിലാൻഡിലോട്ട് പോകുന്നതിന് മുമ്പേ കുറേ വീഡിയോസ് ഇതുപോലെ കാണുമായിരുന്നു. എന്താണ് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് കാണും. അതേ നമുക്കൊരു വഴിയുള്ളൂ. ഇതിന് മുന്നേ പോയവരാണെങ്കിലും നമ്മളുടെ അടുത്ത് തുറന്ന് പറയണം എന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആരും തന്നെ തുറന്ന് പറയാറില്ല. ഞാൻ ചോദിച്ചവരൊക്കെ ആണെങ്കിലും ആരും തുറന്ന് പറയാറില്ല എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പം നമുക്കൊരു വഴിയേ ഉള്ളൂ, ഇതുപോലെ വീഡിയോസ് കാണുക എന്നുള്ളത്. വീഡിയോസിലാണെങ്കിലും ഹോണസ്റ്റ് ആയിട്ട് പറയാണ്ടിരിക്കുകയാണെങ്കിൽ പുറകെ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഹോണസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചത്. അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് കുറേ പേർക്കെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഏജൻസികളാണെങ്കിലും ആരെടുത്താണെങ്കിലും തുറന്ന് പറയുന്നില്ല വേക്കൻസി ഉണ്ടോ എന്താണ് സിറ്റുവേഷൻ എന്ന് ഒരു ഏജൻസിയും തുറന്ന് പറയുന്നില്ല. അവർക്ക് അവരുടേതായ ഓരോ കാര്യങ്ങൾ. പക്ഷേ സഫർ ചെയ്യുന്നത് പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഓരോരുത്തരും ലോൺ എടുത്തും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ചിട്ടും ഒക്കെയാണ് രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ രാജ്യത്തോട്ട് പോണത്. ഇപ്പോൾ ന്യൂസിലാൻഡ് ആണെങ്കിലും ഓരോ രാജ്യത്തോട്ട് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഇതുപോലെ ഒരു അവസ്ഥ വരുമ്പോൾ ഇപ്പം ഈ കയറ്റി വിടുന്ന ഏജൻസീസിനോ അല്ലെങ്കിൽ ആർക്കും അത് മനസ്സിലാവത്തില്ല അവരുടെ സിറ്റുവേഷൻ, അവൻ എന്താണ് കടന്നു പൊക്കോണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ഫാമിലീസിനോടൊക്കെ എന്തു പറയും, തിരിച്ചെങ്ങനെ നാട്ടിലോട്ട് വരും എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ടാണെങ്കിലും കുറേ പൈസ വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വരും. അതിലും ബെറ്റർ നാട്ടിൽ വന്നിട്ട് ഇതുപോലെ നമുക്ക് ഓസ്ട്രേലിയക്കാണെങ്കിലും അപ്ലൈ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉള്ളത് തന്നെ വളരെ ഭാഗ്യം. ഇപ്പം വേറെ കൺട്രീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് ജോലി കിട്ടാണ്ട് തിരിച്ചു വരുവാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പം ന്യൂസിലാൻഡിലാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓസ്ട്രേലിയക്ക് പോകാം. അപ്പോൾ ആ ഒരു വഴി എത്രയും പെട്ടെന്ന് അടയുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ക്യാപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണെങ്കിലും സീക്ക് വഴി ന്യൂസിലാൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, നമുക്ക് ഇങ്ങനെ കേട്ടല്ലോ ഏജ്ഡ് കെയറിലൊക്കെ നമ്മൾ നേരിട്ട് കൊണ്ട് CV കൊടുത്താൽ അവരെടുക്കും. അപ്പോൾ സീക്ക് വഴി അല്ലാണ്ട് അത് നമുക്ക് കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, ഒരു പൊസിഷന് വേണ്ടി 10ഉം 100ഉം 200ഉം കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ഡയറക്റ്റ് അവർക്ക് കൈ കൊടുക്കുവാണെങ്കിൽ അവർ അത് സ്വീകരിക്കുമോ, നമുക്ക് ജോലി തരുമോ, അല്ലെങ്കിൽ റെഫർ ചെയ്താൽ നമുക്ക് ജോലി തരുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 4-5 ഏജ്ഡ് കെയറിൽ ഡയറക്റ്റ് കൊണ്ട് CV കൊടുത്തിട്ടുണ്ട്. അതായത് CVയും കവർ ലെറ്ററും ആയിട്ട് ഞങ്ങൾ 4-5 ഏജ്ഡ് കെയറിൽ കയറി ഇറങ്ങി ഞങ്ങൾക്ക് ജോലി തരുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൊസിഷൻ അവൈലബിൾ ആണോ CV എന്ന് പറഞ്ഞ് അതിൽ 5 ഏജ്ഡ് കെയറിൽ അവർ ആകെ വാങ്ങി 2 ഏജ്ഡ് കെയർ മാത്രമേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് അവർ CV നമ്മുടെ വാങ്ങി വെക്കുക ചെയ്തത്. പിന്നെ ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. അപ്പം നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടും കാര്യമില്ല, അവർ വെബ്സൈറ്റ് ത്രൂവേ നമ്മളെ എടുക്കത്തുള്ളൂ. പിന്നെ റെഫർ ചെയ്ത്
ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ റെഫർ ചെയ്തിട്ട് നമുക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കറിയില്ല, എനിക്കാരും പരിചയമില്ലായിരുന്നു, അങ്ങനെ റെഫർ ചെയ്യാൻ മാത്രം ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അവർ റെഫർ ആണെങ്കിലും അവിടെ ഒരു വേക്കൻസി അവൈലബിൾ ആണെങ്കിൽ മാത്രമല്ലേ അവർക്ക് നമ്മളെ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേക്കൻസി ഇല്ലെങ്കിൽ അവർക്ക് നമ്മളെ റെഫർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ആഫ്ര എങ്ങനെ ചെയ്യുന്നത്, രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.